പ്രിയമുള്ളവരെ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചടങ്ങ്, ഒരു ആഘോഷം അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ എന്താ പറയാ, ഒരു പുതിയ ജീവിതം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ അത് കല്യാണങ്ങളൊക്കെ നടക്കുമ്പോഴാണ് കാണാറ്. ശരിക്കും പറഞ്ഞിരുന്ന നാദൃശ്യയുടെ ഒരു അല്ലേ, ഷാഹിനെ പേടിക്കണ്ട, കല്യാണം അല്ല. നാദൃശ സംവിധായകനാകുന്നു. 5 വർഷം സംവിധാനം പഠിക്കാൻ പോകുന്നത് ഞാനാ, പക്ഷെ സംവിധാനം ആയത് അവനാണ്. വലിയ സന്തോഷം. നാദൃശ എന്നെ വെച്ച് സിനിമ ചെയ്യണം എന്നുള്ള ചിന്തകൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ നാദൃശ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾ പല കഥകൾ നോക്കി, വേണം നിനക്കിത് ശരിയാവില്ല. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് രഹസ്യമാണ് അതെ. എന്നെടുത്ത് പറഞ്ഞെന്താ വെച്ചിട്ടില്ലേടാ, ഒരു കഥ വന്നിട്ട് ഞാനിതിപ്പോ യൂണിയനിലെ അവരൊക്കെ വെച്ചിട്ട് ഇത് പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരടിച്ചു കൊടുക്കും, നിനക്ക് സ്വന്തം ലൈഫ് വെച്ച് കളിക്കുന്നത് തീയുണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് തോന്നി ശരിയാണല്ലോ. പക്ഷെ പടത്തിന്റെ ഗെറ്റപ്പ് കണ്ടപ്പോ നമ്മൾ വിചാരിച്ചല്ല. സംഭവം ഗംഭീരമാണ്. ഇതിലെ കുറെ 3 പാട്ട് ഞാൻ കണ്ടതാണ്. അതുപോലെ തമാശകള്. വലിയ സന്തോഷമുണ്ട്. വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ ഇവൻ സംവിധായകനായി എനിക്കെന്നെ കിട്ടുമല്ലോ അല്ലേ. എന്തായാലും യുവനിര പിന്നെ നമ്മളൊക്കെ അല്ലേ, അതൊരു വലിയ ആഘോഷമാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എനിക്ക് ഇന്ന് മനസ്സിലായത് ഞാൻ എവിടെയാണ് അല്ലേ, ഒന്ന് പറഞ്ഞേ. യുവനിരയില് കാരണം നമ്മളെല്ലാവരും ഇങ്ങനെ നിന്നപ്പോഴാണ് അതിനൊരു സുഖം കിട്ടിയത്. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഈ കാരണം നമ്മളിവിടെ ഒന്ന് പേടിച്ചു പോയി. കാരണം എന്താ വെച്ചാൽ ലക്ഷണം നിമിത്തമൊക്കെ വലിയ കാരണങ്ങൾ എല്ലാവരും പറയുമല്ലോ. ഒരാള് ഇവിടെ വീണപ്പോ ഇത് ഓൺ ചെയ്യാൻ പോണ സമയത്താണ് പെട്ടെന്ന് ഒരാൾ ഇവിടെ വീണു, വയർ വിട്ടു പോണൊക്കെ കണ്ടു. അപ്പൊ ഒന്നും സംഭവിച്ചില്ല. ഭാഗ്യത്തിന് വലിയ സന്തോഷമുണ്ട്. പക്ഷെ ആ വീണ ആളെ നിങ്ങളൊന്ന് കാണണം. ജസ്റ്റ് അവരൊന്ന് കണ്ടോളൂ. പിന്നെ ഷർട്ട് എത്തിക്കാൻ പോകണം. എന്തായാലും ഈ ഇതൊരു സന്തോഷ വേളയില് ഇതുപോലുള്ള ചിരി തിയേറ്ററിൽ മുഴങ്ങട്ടെ. ഈ സിനിമ ഗംഭീര വിജയമാവട്ടെ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും നന്മകളും നേരുന്നു. കാരണം നാദൃശയുടെ വളർച്ച എന്ന് പറഞ്ഞ കാര്യം, ഞാൻ മിമിക്രി ചെയ്യുന്ന സമയത്ത് എന്നെ ജഡ്ജ് ചെയ്തിട്ടുള്ള ആളാണ് നാദൃശ. ഞങ്ങൾ ഒരുമിച്ചാണ് ഓരോ യാത്രകൾ, ഓരോ ഷോകളൊക്കെ ചെയ്യുന്നത്. അപ്പോ ഞാൻ നാദൃശയോട് ചോദിച്ചാൽ എനിക്ക് പറ്റിയ കഥകളൊന്നും കിട്ടിയില്ലടാ, പിന്നെ അടുത്തത് എന്നെ വെച്ച് തന്നെ ആയിരിക്കും എന്നാണ് അല്ലെ. അതൊരു ഉറപ്പത്തിൽ കൂടുതലോ ഇല്ലെങ്കിൽ എനിക്കോട്ട് പോകാൻ പറ്റില്ല. നീ സമ്മതിച്ചാൽ മതി. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. എല്ലാ ഐശ്വര്യങ്ങളും ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.